ദുരന്തർ 2 കണ്ടു. വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് സിനിമ ഓഫ് ദിസ് ഇയർ ആൻഡ് അന്യായ ലെവൽ സിനിമ, അന്യായ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ്. ധൈര്യമായി ടിക്കറ്റ് എടുക്കാൻ ഞാൻ പറയുള്ളൂ. ഒരു നല്ലൊരു ഊണ് കഴിച്ച ഒരു ഫീലിംഗ്, നല്ലൊരു ടേസ്റ്റി ബിരിയാണി കഴിച്ച അനുഭവമാണ് എനിക്ക് പേഴ്സണലി പടം തന്നത്. എ പ്രോപ്പർ കൺക്ലൂഷൻ, എ പ്രോപ്പർ സ്റ്റോറി ടെല്ലിംഗ്, പ്രോപ്പർ ബിൽഡപ്പ് ഉള്ള ഒരു കിടിലൻ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമ. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, ഡീസന്റ് എക്സ്പീരിയൻസ് തന്നതായിക്കോട്ടെ. എനിക്ക് പേഴ്സണൽ ഡീസന്റ് എക്സ്പീരിയൻസ് ആണ് പടം ഫസ്റ്റ് പാർട്ട് ഫീൽ ചെയ്തത്. സെക്കൻഡ് പാർട്ട് അങ്ങനെയല്ല, സെക്കൻഡ് പാർട്ട് വേറെ ലെവല് ആയിട്ടാണ് ആദ്യത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം തിയേറ്ററിൽ തന്നെ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കണ്ടാണെന്ന് പറയുള്ളൂ. അതേപോലെ 4 മണിക്കൂർ ഒരു നിമിഷം പോലും ലാഗ് ഫീൽ ചെയ്തില്ല. എനിക്ക് പേഴ്സണലി കേട്ടോ, എനിക്ക് ഒരു നിമിഷം പോലും ലാഗ് ഫീൽ ചെയ്തില്ല. കംപ്ലീറ്റ്ലി ഒരു എൻഗേജിങ് എക്സ്പീരിയൻസ് ആണ് ഈ പടം തന്നത്. പക്ഷെ 4 മണിക്കൂറല്ല, ഇന്ത്യയിൽ 3 മണിക്കൂർ 50 മിനിറ്റ് ആണ്. ഇന്റർനാഷണൽ വേർഷനിലാണ് ഇപ്പോഴും 4 മണിക്കൂർ ഓടുന്നത്. CBFC-കാർ കുറെ വയലൻസ് സീക്വൻസ് 21 കട്ട്സ് അങ്ങനെ നടത്തുന്നതാണ് കേട്ടത്. പക്ഷെ എന്നാൽ പോലും ഒന്നും പോലും ഈ സിനിമയിൽ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര ബ്രൂട്ടൽ വയലൻസും ബ്ലഡ് ഷെഡും ഈ സിനിമയിൽ നല്ല പോലെയുണ്ട്. ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ ആന തേങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടു നോക്കി, ഇതിനകത്ത് അമ്മാതിരി രീതിയിലുള്ള ഒരു ബ്രൂട്ടാലിറ്റിയാണ് കാണിക്കുന്നത്. പക്ഷെ എല്ലാം വേണ്ടതാട്ടോ, ഒന്നും അനാവശ്യമായിട്ടുള്ള വയലൻസ് ഒന്നും അല്ല. ബിക്കോസ് ഈ സിനിമയുടെ ടൈറ്റിൽ ആണ് ദുരന്തർ ദ റിവെഞ്ച് ആണ്. ആ ഒരു റിവെഞ്ച്, ആ ഒരു മനുഷ്യൻ റിവെഞ്ച്, അത് അത്രത്തോളം ജസ്റ്റിഫൈ ചെയ്താണ് വയലൻസിലൂടെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഇത് മനസ്സിലാവും, അത് നമുക്കിത് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ വയലൻസ് ഭയങ്കര ജസ്റ്റിഫൈഡ് ആണ് ഈ ഒരു സിനിമയിൽ. എസ്പെഷ്യലി ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ നമ്മളിങ്ങനെ ചാർജ് ആകും. അനുമേനന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റും അവസാനത്തെ ഒരു 3/4 മണിക്കൂറുമാണ് ഈ സിനിമയിലെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് ഭയങ്കര എനർജി പമ്പിങ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് മോസ്റ്റ്ലി ബിൽഡപ്പ് ആണ്, സെക്കൻഡ് ഹാഫ് ആണ് കംപ്ലീറ്റ് ട്വിസ്റ്റ്, ടേൺ, സർപ്രൈസസും ആക്ഷൻസ് ഒക്കെ കയറി വരുന്നത്, കുറെ ആക്ഷൻ ബ്ലോക്സ് ഒക്കെ കയറി വരുന്നത്. പക്ഷെ എല്ലാം വെരി വെൽ റിട്ടേൺ ആൻഡ് വെരി വെൽ ഡയറക്റ്റഡ് ബൈ ആദിത്യദർ. ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ബെഞ്ച് മാർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്പൈ ആക്ഷൻ ത്രില്ലേഴ്സിന് വേണ്ടി. അത് ഹാറ്റ്സ് ഓഫ് ടു ദിസ് മാൻ. ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ, വെൽ പ്ലാൻഡ്, വെരി വെൽ റിട്ടേൺ, അടിപൊളി ക്യാരക്ടറൈസേഷൻ ആൻഡ് 4 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് തിയേറ്ററിൽ.